ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ബീസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പൊട്ടാറ്റോ ചിപ്സ് ആക്കുന്ന വീഡിയോവുമായിട്ടാണ്. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് എടുക്കാം. കമോൺ. ഞാൻ ഒരു 2 മീഡിയം സൈസ് പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം. തൊലികളെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗൾ എടുക്കാം. അതിൽ വെള്ളമുണ്ട് കേട്ടോ. നമുക്കിത് നന്നായി കഴുകിയെടുക്കണം. നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചോപ്പാക്കി എടുക്കാം. രണ്ട് പൊട്ടാറ്റോസും ചോപ്പാക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിൽ വെള്ളം എടുക്കാം. ഇത് കഴുകിയെടുക്കാനാണ്. നന്നായി കഴുകിയെടുക്കണം. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്തേക്ക് വെക്കാം. വേവിച്ചെടുക്കാനാണ്. ഇതിലോട്ടേക്ക് 2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് പൊട്ടാറ്റോസ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി വെന്ത് വരുന്നത് വരെ നമുക്ക് വെക്കാം. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിയെടുക്കണം. നമുക്ക് ഇത് ഉണക്കിയെടുക്കണം. ഫാനിട്ട് തുണി വെച്ചാലും മതി. ഞാൻ പേപ്പറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നന്നായി ഫാനിട്ട് അത് അതിൻ്റെ വെള്ളം മാറുന്നത് വരെ ഉണക്കിയെടുക്കാം. ഇങ്ങനെ ഇട്ടാൽ ഇടുമ്പോൾ പൊട്ടും. നമുക്ക് ഇത് ഫ്രൈ ചെയ്യാം. ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ആക്കുന്നത്. നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. നല്ല പാങ്ങിൽ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റിയെടുക്കാം.
എല്ലാം ഇതിന് നമുക്ക് നന്നായി ഫ്രൈ ആക്കി എടുക്കണം. കോരി മാറ്റാം. അങ്ങനെ എല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് മസാലപ്പൊടികൾ ആഡ് ആക്കാം. കാശ്മീരി മുളക് പൊടി, പിന്നെ ഉപ്പ്. നന്നായി കുലുക്കി കൊടുക്കണം. കണ്ടില്ലേ, കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന പോലത്തെ ചിപ്സിനെ പോലെ തന്നെ ഇല്ലേ, നല്ല ക്രഞ്ചിനെസ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവരും എൻ്റെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.